ഇതിപ്പോൾ അതെ കപ്പയുടെ കൂടെ കൊടുക്കാനുള്ള എല്ലുകറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കുള്ളൂ, കാരണം ഇവിടെ ഒരുപാട് ആളൊന്നും വരാനില്ല. ആളുകളൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടി കൂട്ടാം അല്ലേ. എല്ലുകറിയും കപ്പയാട്ടോ ഞാൻ മേടിച്ചത്. അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലുകറിയും കപ്പയൊക്കെ. നല്ല രസമുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, കോന്നി വകയാറാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ജ്യോതി അയച്ച ഒരു മെസ്സേജാണ് കേട്ടോ. എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഒരു വീഡിയോ എടുക്കുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്, അങ്ങനെ ജ്യോതിയുടെ പപ്പേനെയും അമ്മേനെയും കാണാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. സാധാരണ നമ്മൾ കാണിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മലബാർ സ്പെഷ്യൽ പലഹാരങ്ങളുണ്ട്, കുടിക്കാനുള്ള കുറേ വെറൈറ്റി ജ്യൂസുകളുണ്ട്. അതുകൂടാതെ എല്ലുകറിയും കപ്പയും ബിരിയാണിയും ഒക്കെ കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കുറച്ച് വർഷങ്ങളായിട്ട് കട നടത്തുന്നവരാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇവിടുത്തെ പപ്പ. പക്ഷെ 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഭയങ്കര ഒരു ബഹുമാനം തോന്നി. കാരണം അദ്ദേഹമാണ് അടുക്കളയിൽ പച്ചക്കറി അരിയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ചെറിയൊരു മങ്ങിയ പോലെയുള്ള ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് പാചകവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വെളുപ്പിന് 4 മണിക്ക് നിങ്ങളിവിടെ വന്നാലും നിങ്ങൾക്ക് ഈ സ്നാക്സും അല്ലെങ്കിൽ ദോശയും ബീഫും കറിയും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഒരു റോഡാണല്ലോ. അപ്പോൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് ഇപ്പം നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതിന് എടനേല എന്ന് പറയും. ഇവിടെ എന്നാ ഇപ്പോൾ പറയണേ? വയനേല. വയനേല, തെരളി അല്ലേ, അങ്ങനെ പല പല വേരുകളിലൊക്കെ ഉള്ള സാധനമാണ്. അപ്പം നീ നമ്മളിത് കുമ്പിൾ കുത്തിയിട്ട് ഇതിൽ മാവ് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. ഇവിടെ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കട്ടയും പിന്നെ നമ്മുടെ കുമ്പിളപ്പം ഈ ഇടനേലയിൽ ചുടൂലേ, അതാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മളെ ഇവിടെ മധ്യ കേരളത്തിലേക്കുള്ളൊരു സംഭവമല്ല, ഒരു വടക്കൻ പലഹാരമാണ്. ചട്ടിപ്പത്തിരിയും അതുപോലെ തന്നെ ഏലാഞ്ചിയൊക്കെ. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ കഴിച്ചു നോക്കി, പക്ക ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കത്തുന്ന വെയിലാണ്. ഇത് പച്ചമാങ്ങേണ്ടുള്ള ഒരു സർബത്താണ് കേട്ടോ. അപ്പോൾ ഇതുമാതിരിത്തെ കുറേ വെറൈറ്റി സർബത്തുകളൊക്കെ ഇവിടെ കിട്ടും. ഷെയ്ക്കും കിട്ടും. രസമുണ്ട്. ചെറിയ മാങ്ങയുടെ പൊടി, മാങ്ങ അങ്ങനെ കടിക്കാനുണ്ട്. പിന്നെ ഇഞ്ചിയും ചെറിയൊരു എരിവ്, മുളക്, സോഡയുടെ ആ ഒരു സാധനം, മധുരം. ഉണ്ട്, നിറമൊക്കെ ഉണ്ട്. ഈ വെള്ളം കുറവേ ഉണ്ടാകുമോ? ഉപ്പുണ്ട്. ഇച്ചിരിയും കൂടെ ഇനി കുറുകുമല്ലോ, 200. ശരിക്കും കണ്ണിന് എന്നാ പറ്റിയതാ? നരമ്പിന് പ്രവർത്തനശേഷി കുറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. അത് കണ്ണ് മുറിഞ്ഞ് ആശുപത്രി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഇത് കാഴ്ച കുറയുന്നൊരു രോഗം ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം അന്നേരം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടോ? മരുന്നായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മരുന്ന് കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഒന്നുമില്ല. എനിക്ക് വിറകിലായിരുന്നു. വിറക് കീറലായിരുന്നോ? അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തി നമ്മൾ കട തുടങ്ങി. കടയുടെ കാര്യം. അപ്പൊ ഇതൊക്കെ അരിയുമ്പോഴൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അരിയുന്നതാ. അപ്പൊ ഒരുപാട് നാൾ ഇതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നോ? ഇപ്പൊ ശീലമായി ഈ 10 വർഷം കൊണ്ട് അല്ലേ? പക്ഷെ ആദ്യത്തെ സമയത്തൊക്കെ ഇത് വലിയ വിഷമല്ലേ നമുക്ക്? ഈ പാചകമൊക്കെ നേരത്തെ ചെയ്യാറുണ്ടാ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അറിയാം, ഒരു കണക്കും രീതികളും ഒക്കെ അറിയാം. രാവിലെ നമ്മൾ 4 മണിക്ക് തുറക്കും. 4 മണിക്ക് 4 മണിക്ക് തുറന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ലഘുഭക്ഷണം, കൊഴുക്കട്ട, പിന്നെ കുമ്പിളപ്പം, ഇലയപ്പം, പിന്നെ ഏലാഞ്ചി, ചട്ടിപ്പത്തിരി. ഇതൊക്കെ ആണെങ്കിൽ കപ്പയും ഇല്ലേ, എല്ലുകറി. കപ്പ, എല്ലുകറി, പിന്നെ ബിരിയാണിയാണ്. പിന്നെ നമുക്ക് നമ്മളോട് പറയുന്നവർക്ക് ചോറ്. അത് പറയണ എണ്ണയെ നമ്മൾ ഉണ്ടാക്കും. ഇവിടെ അങ്ങനെ ആള് വന്ന് കഴിക്കാൻ വേണ്ടിയില്ല. വൈകുന്നേരം ആണെങ്കിലോ, രാത്രി ചപ്പാത്തി, ദോശ, ഇത് മൂന്നും. അപ്പൊ ഈ കറികളൊക്കെ ഇതൊക്കെ കാണും അല്ലെ? ചിക്കൻ കറി, സാമ്പാർ, ചമ്മന്തി, മുട്ടക്കറിയാണ്, ഒക്കെ കാണും. ചിക്കൻ കറി, എല്ലുകറി,
ഇപ്പൊ ഈ കറികളൊക്കെ വൈകുന്നേരവും കാണാം. ഞായറാഴ്ച ദിവസം കട തുറക്കുന്നുണ്ടോ? നമ്മള് രാവിലെ വന്നിട്ട് 10 മണിയാകുമ്പോൾ അടച്ചും പോകും. ഇതിപ്പോ ഒരു ദൂരയാത്രയ്ക്കൊക്കെ പോണവർ വിളിച്ച് പറയാമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന്. അപ്പൊ നമ്പറും കൂടെ കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുവാണോ? ഈ പണിയൊക്കെ ഇഷ്ടമാണോ? കാരണം ഞാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വന്നപ്പോ മുതൽ കാണുന്നതാ. ഇപ്പോഴാണോ ഒന്ന് ഇരുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണ് മുഷിച്ചില്ലല്ലേ? നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ 150 രൂപ ഈ ഇത്രയും കപ്പയും ഈ കറിയും കൂടെ ചേർത്തിട്ട് കേട്ടോ. ഇവിടെ ഒരു മേരിമാത കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് വരണം. കൃപ എന്നാണ് കേട്ടോ കടയുടെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന വഴി തന്നെ, ഇത് മെയിൻ റോഡിൽ തന്നെ, ഉള്ളിലേക്കൊന്നും പോകാനില്ല. അപ്പോൾ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷെ പുറമേന്ന് കണ്ടാൽ നമുക്ക് തോന്നും ഇതൊരു ബേക്കറി ആണെന്നേ തോന്നും, ജ്യൂസൊക്കെ കിട്ടുന്ന അങ്ങനെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ കിട്ടും. ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. അതാണ് ഇടിച്ച് കുത്തി പൊറോട്ട, പിന്നെ പഴംപൊരിയും ഈ എല്ലുകറിയുടെ കൂടെ പഴംപൊരി എല്ലുകറിയും കിട്ടും. ഇത് കിട്ടും, ബിരിയാണി കിട്ടും. ഒരു ബിരിയാണി 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ കിലോ കണക്കിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. എത്രയാപ്പാ കിലോയ്ക്കാണെങ്കിൽ? 180 രൂപ ഒരു കിലോ ബിരിയാണിക്ക്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ കഥയും കൂടി ഉണ്ട്. കാരണം ഞങ്ങളിവിടെ നേരിട്ട് വന്ന് കണ്ടതാണ്. ഒരു 8:45 9 മണിക്ക് എത്തിയതാണ്. ഇപ്പം മണി 1:30 കഴിഞ്ഞു. ഈ സമയം ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും, അമ്മ ഇപ്പോഴും ഇരുന്നിട്ടില്ല, അവിടെ നിന്ന് പണിയാണ്. പപ്പ ഇരിക്കണ ഒരു സമയം ഇപ്പോഴാണ്. കാരണം ഇത്രയും സമയം ഇവരിങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയാണ്. എന്നാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പോലെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പോലെ കാണാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുണ്ട്. അതുകൂടാതെ ഇവർ ഈ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ഊണിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഊണൊന്നും ഇവിടെ കടയിൽ കയറി ഒന്ന് ഊണ് കഴിക്കാൻ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഊണ് കാണൂല. പക്ഷേ നേരത്തെ ഒരു ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്ന ഇവർക്കും അതൊരു ഉപകാരമാണ്. നിങ്ങൾക്കും നല്ല നാടൻ ഭക്ഷണമൊക്കെ കിട്ടും, വേറെ മായൊന്നും ചേർക്കാത്ത. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. അപ്പാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലിക്കറിയും കപ്പയൊക്കെ നല്ല രസമുണ്ട്. നല്ല ഇടിച്ച് കുഴച്ച കപ്പയാണ്. അപ്പോൾ അതിലേക്ക് ഈ ഗ്രേവി അത് വെറുതെ ഇങ്ങനെ വെള്ളം മാതിരി തരില്ല കേട്ടോ, നല്ല കൊഴുപ്പുള്ളൊരു കറിയാണ്. കണ്ടോ, വലിയ പീസാണ്. പക്ഷേ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റാണേ. ഓക്കെ, കണ്ട നല്ല വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്വാദുമാണ്, സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ല ചൂട് പഴംപൊരി എല്ലുകറിയും കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ പഴംപൊരിയൊക്കെ നോക്കിയേ, നല്ല വലിയ പഴംപൊരിയാണേ. കണ്ട, കൊള്ളാട്ടോ. നമ്മൾ ബീഫിൻ്റെ കൂടെ അല്ലേ കഴിച്ചു നോക്കിയിട്ടുള്ളത്, ഇത് എല്ലുകറിയുടെ കൂടെ. എനിക്ക് പക്ഷേ ഈ ഒരു കോംബോ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. ഈ മധുരവും ഇതും കൂടെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ. പക്ഷേ ഇത് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി ഇത് കിട്ടുന്ന കടകളൊക്കെ അന്വേഷിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ കിട്ടൂട്ടാ. എനിക്ക് ദിവസവും മെയിലും ഇൻസ്റ്റാഗ്രാമിൽ ചില മെസ്സേജൊക്കെ വരും. അത് ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ എന്നാ മടിയന്മാരാണ് അത് കാണുമ്പോൾ തോന്നൂട്ടോ. കാരണം മെസ്സേജുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ വയ്യാത്തവരൊക്കെ ഉണ്ട്, ചില ആളുകൾ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സത്യം പറഞ്ഞാൽ അവരാരും എൻ്റെ അടുത്ത് സഹായം ചോദിക്കാറില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇന്നെ വയ്യായികകളൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് ആലപ്പുഴയിൽ നിന്ന് ചേച്ചീനെ എന്തെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞ ഒരാളുണ്ട്. ഫുൾ ബോഡി തളർന്നെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ നമ്പറും അഡ്രസ്സും തന്നോ, ഞാൻ വന്ന് കണ്ടോളാം. എന്നെ കാണാൻ വരാനാണല്ലോ ബുദ്ധിമുട്ട്, ഞാൻ വന്നോളാം, എവിടെയായാലും ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ അവർ പറയാറുള്ളൂ. പക്ഷേ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകൾ ഇതുപോലെ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം, ചേട്ടൻ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനാണ്, കൊച്ചിന് ഞാനും കൊച്ചുമാണ് ഉള്ളത്, ഞങ്ങളെന്ന് സഹായിക്കണം, സാമ്പത്തികമായി ഞങ്ങൾക്ക് കുറച്ച് ഇതാകാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാതെ നമ്മൾ മറ്റൊരാളോട് ഇങ്ങനെ കൈ നീട്ടുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടുത്തെ പപ്പയ്ക്ക് വേണമെങ്കിൽ എനിക്ക് കണ്ണിന് വയ്യ, എവിടെയെങ്കിലും വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ വിചാരിക്കാം, അല്ലെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് പറ്റുന്നത് പോലെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിൽ കൂടെ കാണിച്ചത്. എന്തോരം മനുഷ്യരാണ് നമ്മൾ കാണിച്ചു തന്നെ. അതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ വയ്യായികകളെയും നമ്മൾ മറികടക്കും അല്ലേ. എല്ലാ സാധനങ്ങളെയും മറികടക്കാൻ നമ്മളൊരാൾ വിചാരിച്ചാൽ പറ്റും. അപ്പോൾ ആ ഒരു കാര്യവും കൂടി കാണിച്ചു തരാനാണ് ചില വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകളോടൊക്കെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയും, ഇതുപോലെ മക്കളെ നമ്മളെന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ തുടങ്ങിക്കോ, എന്നിട്ട് ഞാൻ വരാം.
നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമോ അല്ലെങ്കിൽ പറ്റുന്ന എന്താണോ അത് ചെയ്യൂ. അതിനുശേഷം ഞാൻ വന്ന് അത് ഒരു പബ്ലിസിറ്റി, 1 രൂപ പോലും മേടിക്കാതെ അത് വീഡിയോ ഞാൻ ചെയ്തു തരാം, നാട്ടുകാരിലേക്ക് അത് എത്തിക്കാം, അവിടെ ആളുകൾ വരും നിങ്ങളെ തേടി, അത്രേ എനിക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയും. പക്ഷെ അതിനൊന്നും പിന്നെ എന്നിട്ട് ഇവർ റിപ്ലൈ തരില്ല. ഞാൻ ഇത്രയും അപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് പൈസ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ഈ പറഞ്ഞ മെസ്സേജ് അയച്ച കുട്ടികളാരും പിന്നീട് എനിക്ക് റിപ്ലൈയും തരില്ല. അപ്പോൾ എന്നോട് ഇഷ്ടക്കേടാവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്കുള്ള ഒരു മാതൃകയും കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ അതൊക്കെയാണ് നമ്മൾ മോട്ടിവേഷനായി ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ ഏത് തരത്തിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആരാന്നേ പ്രശ്നങ്ങളില്ലാത്ത? ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ 1 എപ്പിസോഡ് 2 എപ്പിസോഡൊന്നും തീരില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ നല്ലത് മാത്രമേ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യൂ. അതായത് നമ്മുടെയൊക്കെ ചിരിച്ച മുഖം, നമ്മുടെയൊക്കെ ലൈഫിലുണ്ടാകുന്ന സന്തോഷങ്ങളാണ് എപ്പോഴും ഷെയർ ചെയ്യുക. പക്ഷേ ഇതിൻ്റെയൊക്കെ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവർക്കും ഉണ്ടാവും പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടലുകൾ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളാരും അത് ഇവിടെ കൊണ്ടുവരണില്ല എന്ന് വെച്ചിട്ട് ഇതൊന്നും നമുക്കില്ല എന്നുള്ള. അപ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഓരോ ദിവസം പോകുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ളതല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നിടത്താണ്, മറികടക്കുമ്പോഴാണ് ലൈഫ് സക്സസ്ഫുള്ളായിട്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞത് എന്നെ ഇതുപോലെ തേടി വരുന്ന കുറേ മെയിലുകൾക്കും കുറേ മെസ്സേജുകൾക്കും ഒരു മറുപടി ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണം, വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ എല്ലാം കൂടി ഇവിടെ ഇല്ല, റെഡി ആയിട്ടില്ല. ബിരിയാണി ഒന്നും ഇല്ല, അതാണ് ബിരിയാണി നമ്മൾ കാണിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊരു സാധാരണ കട മാതിരിയല്ല. അങ്ങനെ സാധാരണ കടയിൽ കുറേ ഐറ്റം ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കും, ആളുകൾ വരുന്ന മുറയ്ക്ക്. ഇവിടെ പക്ഷെ അങ്ങനെ ഭയങ്കര സെയിലൊന്നും ഉള്ളൊരു സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാലും കളയേണ്ടി വരും. എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ആളുകളെ വെച്ച് വരുന്നതിനനുസരിച്ച് അങ്ങനെയാണ്. ഊണായാൽ പോലും ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ വന്ന് ഊണ് കഴിക്കുക അങ്ങനെ വിചാരിക്കരുത്. വിളിച്ച് പറഞ്ഞാൽ കുറച്ച് ഊണ് 5 10 ഊണൊക്കെ അവർ റെഡിയാക്കി വെക്കും. അവരെ കൊണ്ട് 2 പേരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവർ നോക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ സപ്പോർട്ട് കൊടുക്കുക. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഒരു വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചാൽ അവർക്കത് വലിയൊരു സഹായമാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ലൊക്കേഷനും പിന്നെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.